Hi dears, welcome to Tooth File. JCIയുടെ ഡെയിലി പഠിക്കാനുള്ള ടോപ്പിക്കിൻ്റെ അകത്ത് ഫസ്റ്റ് ഡേ ആയ 22/5 നമ്മൾ പഠിക്കുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിൽ കവർ ചെയ്യേണ്ട സിലബസാണ് പറയുന്നത്. കൊമേഴ്ഷ്യൽ ബാങ്കിങ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ അകത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങിൽ ഒറിജിൻ ഓഫ് ദ വേർഡ് ബാങ്ക്, കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം, കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ അകത്ത് യൂണിറ്റ് ബാങ്കിങ് പഠിക്കണം, ബ്രാഞ്ച് ബാങ്കിങ്, കറസ്പോണ്ടൻസ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ഹോൾഡിംഗ് കമ്പനി, ചെയിൻ ബാങ്കിങ്, മിക്സഡ് ബാങ്കിങ്, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പ്രൈമറി ഫങ്ഷൻ്റെ സബ് ഡിവിഷനൂടെ കംപ്ലീറ്റ് ചെയ്യണം ഫസ്റ്റ് ഡേയിൽ. സബ് ഡിവിഷനായിട്ട് വരുന്നത് അക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ്, അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്സ് കൂടെ നോക്കി ഫസ്റ്റ് ഡേ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യുക. ഡെയിലി ടോപ്പിക്കിൽ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ബാങ്കിങ് എന്ന വേർഡ് ഒറിജിൻ ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബാങ്കിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ്റെ അത് നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷന് വേണ്ടി അതൊന്നുകൂടെ പറയാം. നമ്മുടെ ബാങ്ക് എന്ന വേർഡ് ഒറിജിൻ ചെയ്തതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിൽ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത് ദ ബാങ്ക് ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ ജർമ്മൻ വേർഡ് ബാങ്ക്. അതിൻ്റെ മീനിങ് ഹിപ്പ് ഓഫ് മണി. ഹിപ്പ് ഓഫ് മണി എന്ന് പറയുന്ന മീനിങ് വരുന്ന ബാക്ക് എന്ന ജർമ്മൻ വേർഡിൽ നിന്നാണ് ബാങ്ക് ഡിറൈവ് ചെയ്തത് എന്ന് പറയുന്നു. ദെൻ ഇറ്റാലിയൻ വേർഡായ ബാങ്കോ, ഫ്രഞ്ച് വേർഡായ ബാങ്ക്യൂ, അതിൻ്റെ രണ്ടിൻ്റെ മീനിങ് ബഞ്ച് എന്നാണ്. ആ രണ്ട് വേർഡിൽ നിന്നുമാണ് വന്നത് എന്നും പറയുന്നു. അപ്പോൾ 3 വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ബാങ്ക്, ഹിപ്പ് ഓഫ് മണി എന്ന മീനിങ് വരുന്ന ബാങ്ക്. ദെൻ ബാങ്കോ ഇറ്റാലിയൻ വേർഡാണ്. ബാങ്ക്യൂ ഫ്രഞ്ച് വേർഡാണ്. അതിൻ്റെ രണ്ടിൻ്റെ മീനിങ് ബഞ്ച് എന്നാണ്. ഈ 3 വേർഡിൽ നിന്നാണ് ബാങ്ക് എന്ന വാക്ക് ഒറിജിൻ ഡിറൈവ് ചെയ്തത് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ആൻസിസ്റ്റേഴ്സ് ഓഫ് മോഡേൺ ബാങ്ക്. മോഡേൺ ബാങ്കിൻ്റെ ആൻസിസ്റ്റേഴ്സ് ആരാന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് മെർച്ചൻസ് ആണ്. മെർച്ചൻസ് എന്ന് പറയുന്ന റെപ്യൂട്ടഡ് ആൻഡ് ഫിനാൻഷ്യലി സൗണ്ട്സ് ആയിട്ടുള്ള ആളുകളുടെ ഗ്രൂപ്പാണ് മെർച്ചൻസ്. അവർ എന്ത് ചെയ്യുന്നു, ആവശ്യക്കാർക്ക് വെൻ ദേ ലെൻറ്റ് മണി ടു ദ നീഡി പീപ്പിൾസ്, ആവശ്യക്കാർക്ക് അവർ ക്യാഷ് കൊടുക്കുമ്പോൾ അവരൊരു ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ് അറിയപ്പെടുന്നതാണ് ടൈറ്റിൽ ടു മണി. ടൈറ്റിൽ ടു മണി എന്നതാണ് അവർ നീഡി പീപ്പിൾസിന് ക്യാഷ് കൊടുക്കുമ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ഡോക്യുമെൻ്റ് അറിയപ്പെടുന്നത്. ഈ മെർച്ചൻസ് ആണ് മണി റെമിറ്റൻസിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടത്. അപ്പോൾ ദ മെർച്ചൻസ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് റെമിറ്റിംഗ് മണി. ദെൻ സെക്കൻഡ് ആണ് മണി ലെൻഡേഴ്സ്. സെക്കൻഡ് ഗ്രൂപ്പ്സ് ആയിട്ട് പറയുന്നത് മണി ലെൻഡേഴ്സിനാണ്. മണി ലെൻഡേഴ്സ് ലെൻഡ് സർപ്ലസ് ഓഫ് മണി, അവരുടെ കയ്യിലുള്ളതിൻ്റെ സർപ്ലസ് ആയിട്ടുള്ള മണി, എക്സസ് മണി കയ്യിലുള്ളത് അവരെന്ത് ചെയ്യും, ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, നല്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന്, കൂടിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ആവശ്യക്കാർക്ക് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ദേ ബിഗാൻ ടു ആക്സെപ്റ്റ് മണി അറ്റ് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. കൊടുക്കുന്നതിനേക്കാളും അവർ എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനാണോ കൊടുക്കുന്നത് അതിനേക്കാളും ചെറിയ റേറ്റിന് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദെയർഫോർ മണി ലെൻഡേഴ്സ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ബേസിക് ഫങ്ഷൻ ഓഫ് മോഡേൺ ബാങ്ക്. അപ്പോൾ മോഡേൺ ബാങ്കിൻ്റെ ബേസിക് ഫങ്ഷനായ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി എന്നതിൻ്റെ ഫൗണ്ടേഷൻ ലെയ്ഡ് ചെയ്തത് ആരാണ്, മണി ലെൻഡേഴ്സാണ്. ദെൻ മൂന്നാമത്തെ ഗ്രൂപ്പ് വരുന്നതാണ് ഗോൾഡ് സ്മിത്ത്സ് എന്ത് ചെയ്യുന്നത്, ദേ ഇഷ്യൂഡ് ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ്. അവർ ഇഷ്യൂ ചെയ്തത് എന്തായിരുന്നു, ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ് ആണ് അവർ ഇഷ്യൂ ചെയ്തത്. ആ ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ് പോപ്പുലറായിട്ട് അറിയപ്പെട്ടിരുന്ന പേര് ഗോൾഡ് സ്മിത്ത്സ് നോട്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് ഏതിൻ്റെ ബേസിക് ഫൗണ്ടേഷനാണ്, മോഡേൺ ചെക്കിൻ്റെ ബേസിക് ഫൗണ്ടേഷനായിരുന്നു ഗോൾഡ് സ്മിത്ത് ഇഷ്യൂ ചെയ്തിരുന്ന ഗോൾഡ് സ്മിത്ത് നോട്ട്. ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുമ്പോൾ അവർ ഇഷ്യൂ ചെയ്തിരുന്ന ഗോൾഡ് സ്മിത്ത് നോട്ട്സ് ആണ് നമ്മുടെ മോഡേൺ ചെക്കിൻ്റെ ഫൗണ്ടേഷനായിട്ട് പറയുന്നത്. ഡെഫിനിഷൻ ഓഫ് ബാങ്ക്. 2 ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് സർ ജോൺ പഗറ്റിൻ്റെ ഡെഫിനിഷനാണ്. നോ വൺ ക്യാൻ ബി എ ബാങ്കർ ഹൂ ഡസ് നോട്ട് ടേക്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, ടേക്ക് കറണ്ട് അക്കൗണ്ട്, ഇഷ്യൂ ആൻഡ് പേ ചെക്ക് ആൻഡ് കളക്ട് ചെക്ക് ക്രോസ്ഡ് ഓർ അൺക്രോസ്ഡ് ഫോർ ഇറ്റ്സ് കസ്റ്റമേഴ്സ്.
ദെൻ PSC അല്ലെങ്കിൽ CSEB എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 5B കൊടുത്തിട്ടുള്ള ഈ ഡെഫിനിഷനാണ്. എന്താണ് ഡെഫിനിഷൻ എന്ന് വെച്ചാൽ അക്സെപ്റ്റിംഗ് ഓഫ് ഫോർ ദ പേർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക് റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് ആൻഡ് വിഡ്രോവബിൾ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ഇതിൽ ഏതെങ്കിലും മിസ്സിംഗ് ആയിട്ട് നമ്മളോട് നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ടേമൊക്കെ മിസ്സിംഗ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് BR ആക്ടിൻ്റെ 1949 5B കൊടുത്തിരിക്കുന്ന ബാങ്കിങ്ങിൻ്റെ ഡെഫിനിഷനാണ്. ബാങ്കിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? അവിടെ ഒരു അക്സെപ്റ്റിംഗ് ഫോർ ദ പേർപ്പസ് ഓഫ് ലെൻഡിങ്, കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമൗണ്ട്സ് എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഡെപ്പോസിറ്റ് മണി ഫ്രം ദ പബ്ലിക് റീപേയബിൾ, അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? റീപേ ചെയ്യണം. അതല്ല എങ്കിൽ ആ പർട്ടിക്കുലർ ടൈമിൽ റീപേ ചെയ്യണം. അത് വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ബൈ ചെക്ക് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്, ഓർഡർ ഓർ അതർവൈസ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്. ബാങ്കിൻ്റെ ക്ലാസിഫിക്കേഷൻ പല രീതിയിലുണ്ട്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ്റെ ബേസിൽ വരുന്ന ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കാണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ഗ്രാൻഡിങ് ലോൺ ടു ദയർ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ത് ചെയ്യുന്നു? ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും അതിനുശേഷം ഇൻഡസ്ട്രിയിലേക്ക് ആവശ്യമായിട്ടുള്ളവർക്ക് ലോൺസ് കൊടുക്കുകയും ചെയ്യുന്നു. ഫംഗ്ഷൻ്റെ ബേസിൽ വരുന്ന അടുത്ത ക്ലാസിഫിക്കേഷൻ ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ആണ്. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ടു ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രീസിന് ലോങ് ടേം ലോൺസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറയുന്നത്. അതാണ് ഫംഗ്ഷൻ്റെ ബേസിൽ വരുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ അഗ്രികൾച്ചർ ബാങ്ക്സ് ആണ്. അഗ്രികൾച്ചർ ബാങ്ക്സ് എന്താണ്? ദോസ് ബാങ്ക്സ് വിച്ച് ആർ ഇൻറ്റൻഡഡ് ടു പ്രൊവൈഡ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം അഗ്രികൾച്ചർ ക്രെഡിറ്റ്. ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടേം അഗ്രികൾച്ചർ ക്രെഡിറ്റ് കൊടുക്കുന്ന ബാങ്ക്സ് ആണ് അഗ്രികൾച്ചർ ബാങ്ക്സ്. ദെൻ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ എക്സ്ചേഞ്ച് ബാങ്ക്സ് ആണ്. എക്സ്ചേഞ്ച് ബാങ്ക്സ് ഡീൽ ചെയ്യുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ആണ്. ദെൻ സേവിങ്സ് ബാങ്ക് ടു പ്രൊമോട്ട് സേവിങ് ഹാബിറ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാങ്കുകളാണ് സേവിങ്സ് ബാങ്ക്സ്. ദെൻ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? അപ്പെക്സ് ബാങ്ക് ആണ്, വിച്ച് റെഗുലേറ്റ് ആൻഡ് സൂപ്പർവൈസ് അതർ ബാങ്ക്സ് ആൻഡ് മോണിറ്ററി സിസ്റ്റം. ദെൻ വേൾഡ് ബാങ്ക് ആണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓണർഷിപ്പിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഓണർഷിപ്പിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനിൽ ആദ്യം വരുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആണ്. പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഓൺഡും കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബാങ്ക്സ് ആണ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. നെക്സ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, നോട്ട് ബൈ ദ ഗവൺമെൻറ് അല്ലാതെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് കൺട്രോൾ ചെയ്യുന്നതാണ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എങ്ങനെയാണ്? ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓൺ ചെയ്യുകയോ ഓപ്പറേറ്റ് ചെയ്യുന്ന ബാങ്ക്സ് ആണ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഡൊമിസൈൽ, എവിടെയാണോ രജിസ്റ്റർ ചെയ്യുന്നത്. ഓരോ ബാങ്കും രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷനാണ് ഡൊമൈസൈലിൻ്റെ ബേസിൽ വരുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഡൊമസ്റ്റിക് ബാങ്ക്സ്, രജിസ്റ്റേർഡ് വിത്തിൻ ഇന്ത്യയിൽ തന്നെ രജിസ്റ്റർ ചെയ്യുന്ന ബാങ്കുകളാണ് ഡൊമസ്റ്റിക് ബാങ്ക്സ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ഫോറിൻ ബാങ്ക്സ്, ഫോറിൻ കൺട്രീസിൽ ഹെഡ് ഓഫീസ് ഫോറിൻ കൺട്രീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകളാണ് ഫോറിൻ ബാങ്ക്സ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് രജിസ്ട്രേഷൻ്റെ ബേസിൽ എന്താണ്? ഷെഡ്യൂൾഡ് ബാങ്ക്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്, ലൈസൻസ്ഡ് ബാങ്ക്, നോൺ ലൈസൻസ്ഡ് ബാങ്ക്, അങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഷെഡ്യൂൾഡ് ബാങ്ക് ആണ് എന്താണ്? ദോസ് ബാങ്ക്സ് വിച്ച് സെക്കൻഡ് ഷെഡ്യൂൾ RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക്. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ എന്താണ്? നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBI ആക്ടിൻ്റെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താത്ത ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്. ലൈസൻസ്ഡ് ബാങ്ക് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം ലൈസൻസ് എടുത്തിട്ടുള്ള ബാങ്കുകളാണ് ലൈസൻസ്ഡ് ബാങ്ക്. നോൺ ലൈസൻസ്ഡ് ബാങ്ക് ദോസ് ബാങ്ക്സ് വിച്ച് ഡു നോട്ട് ഹാവ് സച്ച് എ ലൈസൻസ്. 1949 ബേസിൽ അങ്ങനെ ലൈസൻസ് ഒന്നും എടുക്കാത്ത ബാങ്കുകളാണ് നോൺ ലൈസൻസ്ഡ് ബാങ്ക്സ്. നെക്സ്റ്റ് സിസ്റ്റം ഓഫ് ബാങ്കിങ് സിസ്റ്റമാണ്. ബാങ്കിങ് സിസ്റ്റത്തിൽ ഫസ്റ്റ് വൺ ബ്രാഞ്ച് ബാങ്കിങ് ആൻഡ് യൂണിറ്റ് ബാങ്കിങ്.
ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത് ബാങ്കിങ് ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ബൈ എ സിംഗിൾ ബാങ്ക് ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് സ്പ്രെഡ് ഓൾ ഓവർ ദ കൺട്രി. ഒരു രാജ്യത്ത് മൊത്തം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന നെറ്റ്വർക്ക് വെച്ചിട്ട് ഒരു സിംഗിൾ ബാങ്കിങ് ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. ദ ബാങ്ക് വിൽ ഹാവ് എ ഹെഡ് ഓഫീസ്. ബാങ്കിന് എന്തുണ്ട്? ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്. ബിസിനസ് ഓഫ് ഈച്ച് ബ്രാഞ്ച് ഈസ് റെഗുലേറ്റഡ് ബൈ ഹെഡ് ഓഫീസ്. ഈ ഓരോ ബ്രാഞ്ചിൻ്റെയും ബിസിനസ് റെഗുലേറ്റ് ചെയ്യുന്ന ഹെഡ് ഓഫീസാണ്. ഇത് പോപ്പുലർ ആയിട്ടുള്ളത് എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് ബ്രാഞ്ച് ബാങ്കിങ് പോപ്പുലർ ആയിട്ടുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് ബാങ്കിങ് ആണ്. ആൻഡ് ഇൻഡിവിജ്വൽ ബാങ്ക് ഓപ്പറേറ്റ് ത്രൂ എ സിംഗിൾ ഓഫീസ്. ഒരു ഇൻഡിവിജ്വൽ ബാങ്ക് ഒരു സിംഗിൾ ഓഫീസായിട്ട് ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിങ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് യൂണിറ്റ് ബാങ്കിങ്. ഇത് പോപ്പുലർ ആയിട്ടുള്ളത് USA-യിലാണ്. ഈ യൂണിറ്റ് ബാങ്കിങ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. യൂണിറ്റ് ബാങ്കിങ് ഈസ് ഓൾസോ നോൺ ആസ് ലോക്കലൈസ്ഡ് ബാങ്കിങ്. നെക്സ്റ്റ് വരുന്നത് ഗ്രൂപ്പ് ബാങ്കിങ് ആൻഡ് ചെയിൻ ബാങ്കിങ് ആണ്. ഗ്രൂപ്പ് ബാങ്കിങ്ങിൻ്റെ അകത്ത് രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് ബാങ്ക്സ്, 2 or more ഇൻഡിപെൻഡൻറ്റ് ബാങ്ക്സ് ആർ ബ്രോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ ഹോൾഡിംഗ് കമ്പനി. ഒരു ഹോൾഡിംഗ് കമ്പനി രണ്ടോ അതിൽ കൂടുതലോ ബാങ്കുകളെ കൺട്രോളിൽ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിങ് സിസ്റ്റമാണ് ഗ്രൂപ്പ് ബാങ്കിങ് സിസ്റ്റം. ഇത് പോപ്പുലർ ആയിരുന്നത് USA-യിലാണ്. 1925-നും 1929-നും ഇടയിലുള്ള കാലഘട്ടത്തിലാണ് USA-യിൽ ഗ്രൂപ്പ് ബാങ്കിങ് പോപ്പുലർ ആയിരുന്നത്. ഈ ഗ്രൂപ്പ് ബാങ്കിങ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്. ഗ്രൂപ്പ് ബാങ്കിങ് ഈസ് ഓൾസോ നോൺ ആസ് ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്. ഒരു ഹോൾഡിംഗ് കമ്പനിയാണ് ഈ ഗ്രൂപ്പ് ബാങ്കിങ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്രൂപ്പ് ബാങ്കിങ് അറിയപ്പെടുന്ന വേറൊരു പേരാണ് ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്. നെക്സ്റ്റ് ചെയിൻ ബാങ്കിങ്. ചെയിൻ ബാങ്കിങ് എന്ന് പറയുന്നത് 2 or more ഇൻഡിപെൻഡൻറ്റ് ബാങ്ക്സ് ആർ ബ്രോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് 1 person ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. രണ്ടോ അതിൽ കൂടുതലോ ഇൻഡിപെൻഡൻറ്റ് ബാങ്കുകളെ ഒരു വ്യക്തിയോ ഒരു കൂട്ടം ആളുകളോ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ബാങ്കിങ് സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ചെയിൻ ബാങ്കിങ്. ചെയിൻ ബാങ്കിങ്ങും ഗ്രൂപ്പ് ബാങ്കിങ്ങും രണ്ടും ഒന്നിൽ കൂടുതൽ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നതാണ്. ഹോൾഡിംഗ് കമ്പനിയാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഗ്രൂപ്പ് ബാങ്കിങ്ങും, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണ് എങ്കിൽ ചെയിൻ ബാങ്കിങ്ങുമാണ്. ഇത് രണ്ടും പോപ്പുലർ ആയിട്ടുള്ളത് USA-യിൽ തന്നെയാണ്. Then next classification, deposit banking, investment banking and mixed banking. Deposit banking എന്ന് വെച്ചാൽ it is a system where bank receive deposit repayable on demand and lend money to business for short period for meeting working capital requirement. ഷോർട്ട് പീരീഡിലേക്കുള്ള ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുകളിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുകയും അവർക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സിസ്റ്റമാണിത്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ലോങ് ടേം ലോൺസ് ഗ്രാൻറ്റ് ചെയ്യുന്നില്ല. ഡു നോട്ട് ഗ്രാൻറ്റ് ലോങ് ടേം ലോൺസ്. ഡെപ്പോസിറ്റ് ബാങ്കിങ് ഈസ് ഓൾസോ നോൺ ആസ് പ്യുവർ ബാങ്കിങ് ഓർ കൊമേഴ്ഷ്യൽ ബാങ്കിങ്. ഡെപ്പോസിറ്റ് ബാങ്കിങ് അറിയപ്പെടുന്ന വേറെ പേരുകളാണ് പ്യുവർ ബാങ്കിങ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്കിങ്. ഇംഗ്ലണ്ട് ഈസ് കൺസിഡേർഡ് ആസ് ദ ഹോം ഓഫ് ഡെപ്പോസിറ്റ് ബാങ്കിങ്. അപ്പോൾ ഡെപ്പോസിറ്റ് ബാങ്കിങ്ങിൻ്റെ ഹോമായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇംഗ്ലണ്ടാണ്. അപ്പോൾ ഡെപ്പോസിറ്റ് ബാങ്കിങ്ങിന് അറിയപ്പെടുന്ന പേരുകളാണ് പ്യുവർ ബാങ്കിങ്, കൊമേഴ്ഷ്യൽ ബാങ്കിങ്. ഇത് ഷോർട്ട് ടേം പർപ്പസിന്, ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ബിസിനസ്സിൽ ഷോർട്ട് പീരീഡിലേക്ക് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് വേണ്ടി മാത്രമാണ് മണി ലെൻഡ് ചെയ്യുന്നത്. ഈ മണി എന്ന് കളക്ട് ചെയ്യുന്നതാണ്? ഡെപ്പോസിറ്റായിട്ട് റിസീവ് ചെയ്യുന്നതാണ്. അവർ ഡിമാൻഡ് ചെയ്യുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കുന്നു. നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഓർ ഇൻഡസ്ട്രിയൽ ബാങ്കിങ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് അല്ല എങ്കിൽ എന്താണ്? ഇൻഡസ്ട്രിയൽ ബാങ്കിങ് ആണ്. ഇറ്റ് ഈസ് എ സിസ്റ്റം വെയർ ബാങ്ക് പ്രൊവൈഡ് ലോങ് ടേം ലോൺസ് ടു ഇൻഡസ്ട്രീസ്. ലോങ് ടേം ലോൺ ഇൻഡസ്ട്രീസിന് കൊടുക്കുന്ന സിസ്റ്റമാണ്. ബാങ്ക് സബ്സ്ക്രൈബ് ടു, എങ്ങനെയാണ് ചെയ്യുന്നത്? ബാങ്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നു ടു ദ ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രി ഓർ അണ്ടർ റൈറ്റേഴ്സ് ദ സെക്യൂരിറ്റീസ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺസ്. ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൻ്റെയോ ഷെയറോ ഡിബഞ്ചറോ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്? ലോൺസ് കൊടുക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ് ജർമ്മനി ഇൻ മിഡിൽ ഓഫ് 19th century. എവിടെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഡെവലപ്പ് ചെയ്തത്? ജർമ്മനിയിലാണ്. നെക്സ്റ്റ് മിക്സഡ് ബാങ്കിങ്. മിക്സഡ് ബാങ്കിങ്ങിൽ ഈ രണ്ട് ടൈപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് മിക്സഡ് ബാങ്കിങ്. ഇറ്റ് ഈസ് എ സിസ്റ്റം വെയർ ബാങ്ക് കമ്പൈൻ ബോത്ത് ദ ഡെപ്പോസിറ്റ് ബാങ്കിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ഫംഗ്ഷൻ. ഡെപ്പോസിറ്റ് ബാങ്കിങ്ങിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങിൻ്റെയും ഫംഗ്ഷൻ കമ്പൈൻ ചെയ്ത് വരുന്ന ബാങ്കിങ് സിസ്റ്റമാണ് മിക്സഡ് ബാങ്കിങ് സിസ്റ്റം. ദിസ് ടൈപ്പ് ഓഫ് ബാങ്ക് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ആൻഡ് ലെൻഡ് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ് ടു ഇൻഡസ്ട്രീസ്. ഷോർട്ട് ടേം ലോണും ലോങ് ടേം ലോണും ഇൻഡസ്ട്രീസിന്
പ്രൊവൈഡ് ചെയ്യുന്നു മിക്സഡ് ബാങ്കിങ് സിസ്റ്റത്തിൽ. ഇത് എവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ജർമ്മനിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 20th സെഞ്ച്വറിയുടെ ബിഗിനിങ്ങിലാണ് ജർമ്മനിയിലെ മിക്സഡ് ബാങ്കിങ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് ഇസ്ലാമിക് ബാങ്കിങ്. ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്നത് ദിസ് ബാങ്കിങ് സിസ്റ്റം ഈസ് ഗൈഡഡ് ബൈ ഇസ്ലാമിക് ലോ. ഇസ്ലാമിക് ലോ ഗൈഡ് ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റമാണ് ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം. ഇസ്ലാമിക് ലോ അറിയപ്പെടുന്നത് ശരിയത്ത് എന്നാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇറ്റ് പ്രൊഹിബിറ്റ് ദ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ആൻഡ് ഗിവിങ് ഇൻട്രസ്റ്റ് കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്ന പ്രാക്ടീസ് പ്രൊഹിബിറ്റ് ചെയ്യുന്ന ബാങ്കിങ് സിസ്റ്റമാണ് ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം. ദ ബോറോവർ യൂസ് ദ ഫണ്ട് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസ് ആൻഡ് ഷെയർ ദ സർപ്ലസ് വിത്ത് ദ ബാങ്ക്. എന്ത് ചെയ്യുന്നു? കൊടുക്കുന്ന ലോണ് പ്രൊഡക്റ്റീവ് പർപ്പസിന് യൂസ് ചെയ്തിട്ട് അതിൻ്റെ സർപ്ലസ്, അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് അവരെന്ത് ചെയ്യുന്നത്? ബാങ്കിന് കൊടുക്കേണ്ടത്. ഈ സിസ്റ്റമാണ് ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം. ബാങ്കിങ്ങിൻ്റെ ക്ലാസിഫിക്കേഷൻ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയി. താങ്ക് യു.